നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് തന്നെ എങ്ങനെ ഈസി ആയിട്ട് വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. സേവ് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെ കൺസേൺ ഡെയിലി കിട്ടും. നിങ്ങൾക്കൊന്ന് വരയ്ക്കാൻ അറിഞ്ഞുകൂടെങ്കിലും കുഴപ്പമില്ല, ഞാൻ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗോ. നേരെ വെബ്സൈറ്റിൽ പോവുക, നിങ്ങളുടെ ഇമെയിൽ ഇടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പേജ് ഇങ്ങനെ വരും. രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഒന്ന് പുതിയ പ്രോജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓൾറെഡി ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഒരാൾ ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എങ്ങനെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ 2D ഇമേജും 3D ഇമേജും ആയിട്ട് കാണാൻ പറ്റും. മുകളിലത്തെ ഓപ്ഷൻ മാറ്റി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇല്ല നിങ്ങൾ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഞാനിവിടെ സ്മാർട്ട് വിസാർഡ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കും പുതിയ പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലോർ ലോഡായി വരും. ദെൻ നെക്സ്റ്റ് അടിക്കുക. അവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. സൈസ് എത്രയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് അടിക്കുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് റൂംസിൻ്റെ ഓപ്ഷൻ അവിടെ വരും സൈഡിൽ. അതിലേത് റൂമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ബെഡ്റൂം, ബാത്റൂം, ഡൈനിങ് റൂം, പിന്നെ ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമുള്ള വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ ഇതുപോലെ റെഫറൻസ് ഇമേജ് ആയിട്ട് വരും. ഓൾറെഡി അതിലുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തന്നെ. സോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് കൊടുത്ത് ബെഡ്റൂമാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈഡിൽ ഇവിടെ ലോഡായി വരുന്നത് കാണാൻ പറ്റും. ബെഡ്റൂം ലോഡായി വന്നിട്ടുണ്ട്. താഴെ ഷഫൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ഷഫൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ഇരിക്കുന്ന പൊസിഷനിലുള്ള സാധനങ്ങൾ മാറി മാറി അറേഞ്ചായി വരും. ഓക്കെ, അത് ഇഷ്ടമുള്ള അറേഞ്ചായി എന്ന് തോന്നുവാണെങ്കിൽ നിർത്തിയിട്ട് കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്യുക. കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു പേജിലോട്ട് വരും. ആ പേജിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്ത ആ ഇമേജ് ലോഡായി വരും. 3D ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ 3D വിഷ്വൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി സൂം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ 3Dയുടെ അകത്തോട്ട് പോകാൻ പറ്റും. ഓക്കെ, റൂമിൻ്റെ അകത്തോട്ട് നിങ്ങൾ പോയിട്ടുമുണ്ട്. ഇനി അതിലെന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ വരും. ഡിലീറ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഒബ്ജക്റ്റ് ഡിലീറ്റ് ആക്കി കളയാം. ഓക്കെ, ഇനി എന്തെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ ഒരു പൊസിഷൻ മാറ്റി നിങ്ങൾ മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി, അത് മൂവ് ആയിക്കോളും. ഇനി എന്തെങ്കിലും ഒരു സാധനം ആഡ് ആക്കണം, അഡീഷണലായിട്ട് എന്തെങ്കിലും ആഡ് ആക്കണം എന്നുണ്ടെങ്കിൽ സൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെ സൈഡിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അല്ലെ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ വായിച്ച് നോക്കുക, അതിലുണ്ടായിരിക്കും. എനിക്കിവിടെ ഫർണിച്ചറാണ് വേണ്ടത്, ഞാൻ ഫർണിച്ചർ ക്ലിക്ക് ചെയ്തു. ലിവിങ് റൂമിലെ ഫർണിച്ചറാണ് വേണ്ടത്. ഏത് ടൈപ്പ് ഫർണിച്ചറാണ് വേണ്ടത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രോ വെർഷൻസും ഉണ്ട്, ഫ്രീ വെർഷൻസും ഉണ്ട്. ഇവിടെ ഫ്രീ വെർഷനിലുള്ള ഒരു ചെയറാണ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ അതിനകത്ത് വന്ന് കിടക്കും. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ സൂം ഇൻ ചെയ്യുമ്പോൾ സൂം ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ 3D വിഷ്വൽസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി സൈഡിൽ നിങ്ങൾക്ക് 2D 3D ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി സൈഡിലെ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾ ഉണ്ടായിരിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫ്ലോർ പ്ലാൻ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സേവ് ചെയ്ത് കൊടുക്കുക. അല്ല നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഷെയർ പ്രോജക്റ്റ് എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരിതുപോലെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളുടെ പ്ലാൻ കാണാനും പറ്റും. അത് 2D ആയിട്ടും കാണാൻ പറ്റും, 3D ആയിട്ടും കാണാൻ പറ്റും. ഓക്കെ, സോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം. സോ ഫ്രീ ആയിട്ട് കിട്ടും, പ്രോ വെർഷൻസും ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കൺസെപ്റ്റ് ഡെയിലി കിട്ടുന്നതായിരിക്കും. സോ സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.